കേരളത്തിലെ വളരെ പ്രശസ്ത ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസിലിക്കയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആന്ത്രയോസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ് അർത്തുങ്കലെങ്കിലും ഈ ആരാധനാലയത്തിന് പ്രശസ്തി നേടിക്കൊടുത്തത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ്. അർത്തുങ്കലിലെ ക്രൈസ്തവ സാന്നിധ്യം വളരെ നേരത്തെ തന്നെ 7-ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പോ ഉള്ളതാണെന്നാണ് വിശ്വാസം. പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ വരവിന് ശേഷം ജെസ്യൂട്ട് മിഷണറിമാരുടെ ശ്രദ്ധ അർത്തുങ്കലിലേക്ക് തിരിഞ്ഞു. 1530 മുതൽ അവർ അർത്തുങ്കലിൽ മിഷണറി പ്രവർത്തനം ഏറ്റെടുത്തു. 1581 കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മ മരത്തിൽ ഒരു പള്ളി പണിയാൻ അനുമതി നൽകുന്നത്. 1602 തടിയിൽ നിർമ്മിച്ച പള്ളി കല്ലിൽ പുതുക്കിപ്പണിയാൻ രാജാവിൽ നിന്ന് അനുമതി നേടിയ ജിയാക്കോമോ ഫെനിൻസിയോ എസ്. 33 വർഷം അർത്തുങ്കലിൽ 2 ടീമുകളിലായി ചെലവഴിച്ച അദ്ദേഹം അർത്തുങ്കലിൻ്റെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്നു. 1647 ഇറ്റലിയിൽ നിന്ന് ഒരു കപ്പലിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അത്ഭുത പ്രതിമ അർത്തുങ്കലിൽ എത്തിച്ചതോടെയാണ് ഈ ആരാധനാലയത്തിൻ്റെ പ്രശസ്തി ഉയർന്നു തുടങ്ങിയത്. റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ്റെ ബോഡി ഗാർഡുകളുടെ ക്യാപ്റ്റനായിരുന്നു വിശുദ്ധ സെബാസ്റ്റ്യൻ. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ 286 ക്രൂരമായി കൊല്ലപ്പെടുകയും രക്തസാക്ഷിയാകുകയും ചെയ്തു. പകർച്ചവ്യാധികൾ ബാധിച്ച എല്ലാ വിശ്വാസങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വിശുദ്ധ സെബസ്ത്യാനോസിനോട് പ്രാർത്ഥിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു. കൂടാതെ ജനുവരിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജീവിതത്തിൻ്റെ നാനാം തുറകളിൽ നിന്നുള്ളവരെ ആയിരക്കണക്കിന് ആളുകളെ ഈ ആരാധനാലയത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. ക്രമേണ അർത്തുങ്കൽ എല്ലാ മതസ്ഥരുടെയും തീർത്ഥാടന കേന്ദ്രമായി രൂപാന്തരപ്പെടുകയായിരുന്നു. എല്ലാ വർഷവും ജനുവരി 10 മുതൽ 27 വരെയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ കൊണ്ടാടുന്നത്. ജനുവരി 20 വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപവുമായുള്ള പ്രദക്ഷിണമാണ് തിരുനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. മുറിവേറ്റ വിശുദ്ധ സെബസ്ത്യാനോസിനെ കഴുകന്മാർ പരിചരിച്ചതെങ്ങനെയെന്ന് അനുസ്മരിച്ചുകൊണ്ട് ഘോഷയാത്രക്കിടയിൽ കഴുകന്മാർ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപത്തിന് മുകളിലൂടെ പറക്കുന്നു. 2010 മെയ് 21 ഈ പള്ളിക്ക് ബസലിക്ക പദവി ലഭിച്ചത്. 2016 ഈ ആരാധനാലയം ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമായി നവീകരിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമാണ് അവസാനത്തെ അത്താഴത്തെ ചിത്രീകരിക്കുന്ന വിശുദ്ധ മന്ദിരത്തിലെ പുതിയ അൾത്താര. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ അറിയപ്പെടുന്ന പ്രതിഭാതനായ ആശാരി മുടമ്പേലി സ്വദേശി റാഫിയാണ് ഇത് നിർമ്മിച്ചത്. തേക്ക് തടി കൊണ്ട് നിർമ്മിച്ച ബലിപീഠം വളരെ മഹത്വവും ഗാംഭീര്യമുള്ളതുമാണ്. കൂടാതെ കേരളത്തിലെ സാധാരണ പള്ളികളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ബലിപീഠങ്ങളിൽ ഒന്നാണിത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ പള്ളി കോമ്പൗണ്ടിലെ റോസറി പാർക്കാണ്. ഇത് ഭക്തർക്കും തീർത്ഥാടകർക്കും ഒക്കെ വലിയൊരു ആകർഷണമാണ്. എല്ലാ 20 രഹസ്യങ്ങളും ഈ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രധാനമായ ക്രിസ്തു സംഭവങ്ങൾ മനോഹരമായും അതിശയകരമായും ചിത്രീകരിച്ചിരിക്കുന്ന പാർക്കാണിത്. ഈ പാർക്കിലെ ഓരോ പ്രതിമയും യൂറോപ്പിലെ മധ്യകാല ശില്പകലയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം സെൻറ് ആൻഡ്രൂസ് ബസിലിക്കയുടെ വിശുദ്ധ മന്ദിരം നിർമ്മിച്ച അതേ കലാകാരനായ അമൽ ഫ്രാൻസിസ് ആണ് ഈ സൃഷ്ടികളും നിർവഹിച്ചത്. 2019 ജനുവരി 10 വ്യാഴാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് കൊടിയേറുന്നതിന് തൊട്ടു മുമ്പ് അന്നത്തെ ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ, ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിലിൻ്റെയും ഇറ്റലിയിലെ സെസീന രൂപത ബിഷപ്പ് ഡഗ്ലസ് റഗട്ടോറിയസിൻ്റെ സാന്നിധ്യത്തിലാണ് റോസറി പാർക്ക് ആശീർവദിച്ചത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്താണ് ഈ മനോഹരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അർത്തുങ്കൽ എന്ന പേര് ബുദ്ധമതത്തിൽ നിന്നാണ് ഉടലെടുത്തതെന്നാണ് കരുതപ്പെടുന്നത്. ബുദ്ധസ്ഥാനം നേടുന്നവരുടെ മറ്റൊരു പേരാണ് അർഹതൻ അഥവാ പാലി. മലയാളത്തിൽ ആദൻ എന്നും പറയാറുണ്ട്. അർത്ഥം അർഹതയുള്ളവൻ. ബുദ്ധജൈനന്മാരുടെ ക്ഷേത്രത്തിനെ കല്ലെന്നും വിളിച്ചിരുന്നു. എന്നാൽ അർത്തുങ്കൽ എന്ന പേര് മൂത്തേടം എന്ന പേരിൽ നിന്നും പരിണമിച്ചുണ്ടായതാണെന്നും പറയപ്പെടുന്നു. അതായത് മൂത്തേടത്തിങ്കൽ എന്ന പേരിലേക്ക് പരിണമിക്കുകയും അത് അർത്തുങ്കലായി പരിണമിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. അമ്പും വില്ലുമാണ് അർത്തുങ്കലിലെ പ്രധാന നേർച്ച. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഈ നേർച്ച സമർപ്പിക്കാനായിട്ട് എത്താറുണ്ട്. ആൾ രൂപം, അമ്മയും കുഞ്ഞും, ഹൃദയം, വീട് തുടങ്ങിയ രൂപങ്ങൾ സമർപ്പിക്കുന്നതും ഇവിടെ പ്രധാനമാണ്. രോഗദുരിതങ്ങൾ അകറ്റാനായാണ് ഭക്തർ ഈ നേർച്ചകൾ സമർപ്പിക്കുന്നത്. രൂപങ്ങളെല്ലാം വെള്ളിയിലാണ് നിർമ്മിക്കാറുള്ളത്. ചെമ്മീൻ മുതൽ റോമൻസ് വരെയുള്ള മലയാള ചിത്രങ്ങളിലെ ഗാനങ്ങളിലും ഈ ആരാധനാലയത്തെ ആസ്പദമാക്കിയുള്ള പാട്ടുകളുണ്ട്. അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ വന്നല്ലോ, ഒരു നല്ല കോളുത കടലമ്മേ. തകഴിയുടെ ചെമ്മീൻ നോവൽ വെള്ളിത്തിരയിലെത്തിയപ്പോൾ വയലാർ രാമോർമ്മയാണ് അർത്തുങ്കലിനെ അന്ന് സിനിമാ പാട്ടിലാക്കിയത്. പിൽക്കാലത്ത് അർത്തുങ്കല പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്ന് ഓശാന പാടാമെന്ന് നാട്ടുകാരൻ കൂടിയായ രാജീവ് ആലിങ്കൽ റോമൻസ് എന്ന ചിത്രത്തിന് വേണ്ടി പാട്ടെഴുതി.